Hi Makkale, welcome to Text Tutor. 9th class Geography ഇന്ത്യൻ എക്കോണമി ത്രൂ വേരിയസ് സെക്ടേഴ്സ് അല്ലെ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം എന്താണ് വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിന് മുന്നായിട്ട് ഏകദേശം 4ഓളം ക്ലാസ്സുകളിൽ പാർട്ടുകളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ഭാഗങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ഇന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടറിനെ കുറിച്ച് കേട്ടാണ് അല്ലെ. അതായത് ഈ സെക്ടോറിയൽ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ, അതായത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല, ഇതിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഇലാബറേറ്റ് ചെയ്ത് വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എന്താണ് ഇവിടെയൊക്കെ പണിയെടുക്കുന്ന തൊഴിലെടുക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്, എംപ്ലോയീസ് ഉണ്ട്, ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് ഇവരുടെ ഒരു സംഘടന, ഇതിനെ നമ്മൾ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സ്ട്രക്ചറും, അതായത് സംഘടിത മേഖലയും അസംഘടിത മേഖലയും. ഇത് നമ്മൾ എന്ത് ചെയ്യാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള മേഖലയാണ് ഇത്. അതായത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിൽ എന്തെയുള്ള വ്യത്യാസം എന്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക താരതമ്യപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ എന്ത് ചെയ്യും ക്വസ്റ്റിന് വരും. അത് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്നതാണ് അല്ലെ. ഫംഗ്ഷൻ അണ്ടർ എ പ്രോപ്പർ, അതായത് സംഘടിത മേഖല ഓർഗനൈസ്ഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫംഗ്ഷൻ അണ്ടർ എ പ്രോപ്പർ ലീഗൽ സിസ്റ്റം, അഷ്യൂർ എ സേഫ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഫോർ ലേബേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദെയർ റൈറ്റ്സ്. അതായത് കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കാം. എടാ സംഘടിത മേഖല അല്ലേ, ഓർഗനൈസ്ഡ് സ്ട്രക്ചർ അല്ലേ അല്ലെ. ഓർഗനൈസ്ഡ് സ്ട്രക്ചർ അതായത് സംഘടിത മേഖല. അപ്പൊ എന്താണ് ഇവർക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും അല്ലെ. അതാണ് എന്ത് ഫംഗ്ഷൻ ആൻഡ് പ്രോപ്പർ ലീഗൽ സിസ്റ്റം. കറക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും. കാരണം ഇവരെന്താണ് ഒരു ഓർഗനൈസ്ഡ് ആണ്, സംഘടിച്ചിട്ടുള്ള ആളുകളാണ് അല്ലെ. അഷ്യൂർ എ സേഫ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാനുള്ള അല്ലെ, അതായത് കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുകയും തൊഴിലാളികൾക്ക് സുരക്ഷിതമായിട്ടുള്ള തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ഇത് സംഘടിത മേഖല അല്ലെ. സംഘടിത മേഖല ഓർഗനൈസ്ഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ അണ്ടർ എ പ്രോപ്പർ ലീഗൽ സിസ്റ്റം, അഷ്യൂർ എ സേഫ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഫോർ ലേബേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദെയർ റൈറ്റ്സ്. എന്നാൽ ഇങ്ങോട്ടേക്ക് നോക്കൂ നിങ്ങൾ, അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് ദ എന്റർപ്രൈസസ് അണ്ടർ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ ആർ നെയ്തർ അണ്ടർ എനി പ്രോപ്പർ ലീഗൽ സിസ്റ്റം. എന്താണ് നെയ്തർ അണ്ടർ any proper legal system, registered ആയിരിക്കോ അല്ല, ആൻഡ് നോർ ഡു ദേ കീപ് എനി പ്രോപ്പർ അക്കൗണ്ട്സ്. ഇതിനൊന്നും ഉണ്ടാവില്ല, ഒരു രേഖാമൂലം അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടല്ല, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംവിധാനങ്ങളല്ല എവിടെ ഉണ്ടാവുക അൺഓർഗനൈസ്ഡ് അസംഘടിത മേഖല. പക്ഷെ സംഘടിത മേഖല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ടുള്ള. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്യാണ് ഓരോ ആളുകൾക്കും ഓരോ, ഇപ്പൊ നമ്മൾ ഒരുപാട് സംഘടനകൾ, ഒരുപാട് തൊഴിലാളി സംഘടനകൾ ഉണ്ട് അല്ലെ, ഒരുപാട് ജോലികളുണ്ട്, ഒരുപാട് തൊഴിലാളി സംഘടനകളൊക്കെ ഉണ്ട്. ഇവരൊരു ഓർഗനൈസ്ഡ് വരുമ്പോ എന്ത് ചെയ്യും, ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും നിയമത്തിൽ പ്രശ്നങ്ങൾ വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചൂഷണം അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ സംഘടന എന്ത് ചെയ്യും ഇടപെടും. സംഘടന ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കും, സുരക്ഷിതമായിട്ടുള്ള തൊഴിൽ മേഖലകൾ എന്ത് ചെയ്യും അവർക്ക് ഉറപ്പുവരുത്തും. അതുപോലെ തന്നെ ആ ഒരു മേഖല എന്തായിരിക്കും അണ്ടർ പ്രോപ്പർ ലീഗൽ സിസ്റ്റത്തിലായിട്ട് രജിസ്ട്രേഷനും കാര്യങ്ങളും ഐഡന്റിറ്റി കാർഡോ അങ്ങനത്തെ സിസ്റ്റം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും ഇത് ഓർഗനൈസ്ഡ് സ്ട്രക്ചർ, അതായത് സംഘടിത മേഖല. ഈ വാക്കന്നെ നോക്കൂ നിങ്ങൾ, സംഘടിത മേഖല ഓർഗനൈസ്ഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് ചെയ്തിരിക്കും, അല്ലാതെ തോന്നിയ പോലെ അൺഓർഗനൈസ്ഡ് ആയിരിക്കില്ല അല്ലെ. അൺഓർഗനൈസ്ഡ് ആകുമ്പോൾ അസംഘടിത ആകുമ്പോണ്ടാവില്ല, നെയ്തർ അണ്ടർ എനി പ്രോപ്പർ ലീഗൽ സിസ്റ്റം നോർ ഡു ദേ കീപ് എനി പ്രോപ്പർ അക്കൗണ്ട്സ്. അവർക്കൊരു കൃത്യമായിട്ടുള്ള രേഖ ഉണ്ടാവില്ല, സംവിധാനങ്ങൾ ഉണ്ടാവില്ല, ഒരു അക്കൗണ്ട്സോ നിയമങ്ങളോ നിയമാവലികളോ ചട്ടങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ അസംഘടിത മേഖല അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നത് ഏതെങ്കിലും ഒരു നിയമവ്യവസ്ഥയ്ക്ക് കീഴിലല്ലാത്തതോ സ്ഥിരമായ കണക്കുകൾ സൂക്ഷിക്കാത്തതോ ആയ സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ്.
The firms, അടുത്ത പോയിന്റ്, the firms under this employment sector are registered under Company Act. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫാക്ടറി നിയമം, ഫാക്ടറി ലോ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് എംപ്ലോയ്മെന്റ് യൂണിറ്റ്സ് അണ്ടർ ഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ആർ ബൗണ്ട് ടു ഒബേ ദ റൂൾസ് സ്റ്റിപ്പുലേറ്റഡ് ഇൻ ദ ലോ അണ്ടർ വിച്ച് ദേ ഹാവ് ബീൻ രജിസ്റ്റേർഡ്. അതായത് ഈ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്തായിരിക്കും, ഒന്നെങ്കിൽ ഇത് ഫാക്ടറി നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കമ്പനി നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സൊസൈറ്റി നിയമത്തിന് കീഴിൽ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതേസമയം തന്നെ അവർ ആരുടെ കീഴിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ ഒരു സിസ്റ്റത്തിന് ഇവരെന്ത് ചെയ്യും, കറക്റ്റ് ഫോളോ ചെയ്യും അല്ലെ. ബൗണ്ട് ദേ ഒബേ ദ റൂൾസ് ആൻഡ് സ്റ്റിപ്പുലേറ്റഡ് ഇൻ ദ ലോ അണ്ടർ വിച്ച് ദേ ഹാവ് ബീൻ രജിസ്റ്റേർഡ്. ഓക്കെ അല്ലേ മക്കളെ? എന്നാൽ they are employed sectors that exist informally, ഔദ്യോഗികമാണോ അല്ല, ഒഫീഷ്യൽ ആണോ അല്ല, ഇൻഫോർമൽ ആണ്. and do not submit any specific registration or code of law. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു നിയമ സംവിധാനങ്ങളുണ്ടോ? ഇല്ല, ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. എന്താണ് കമ്പനി നിയമം, മലയാളം നോക്കി, കമ്പനി നിയമം, ഫാക്ടറി നിയമം, സൊസൈറ്റീസ് ആക്ട്, കോപ്പറേറ്റീവ് ആക്ട് തുടങ്ങിയ ഏതെങ്കിലും നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് അവയുടെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നു. ഏത് നിയമപ്രകാരമാണോ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ആ നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകളെല്ലാം പാലിക്കുവാൻ ഈ ഒരു മേഖലയിലെ തൊഴിലാളികൾ ബാധ്യസ്ഥരാണ്. എന്നാൽ ഇവിടെ എന്താണ്, പ്രത്യേക രജിസ്ട്രേഷനോ നിയമാവലിക്കോ വിധേയമാകാതെ അനൗപചാരികമായി സമൂഹത്തിൽ നിലകൊള്ളുന്ന തൊഴിൽ മേഖല, രജിസ്റ്റേർഡ് എംപ്ലോയ്മെന്റ് സെക്ടർ. അതുപോലെ തന്നെ എന്താണ്, അതായത് രജിസ്റ്റേർഡ് എംപ്ലോയ്മെന്റ് സ്ട്രക്ചറിൽ പെർമനന്റ് ജോബ് എൻഷ്യൂർഡ് ആയിരിക്കും. അവർക്ക് എന്താണ്, സ്ഥിരമായിട്ടുള്ള ജോലി എന്തായിരിക്കും, ഉറപ്പായിരിക്കും. അതുപോലെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ എന്തായിരിക്കും, സ്ഥിരം ജോലി ഉറപ്പ് നൽകുന്നില്ല, സ്ഥിരം തൊഴിൽ എന്ത് ചെയ്യുന്നില്ല, ഉറപ്പ് തരുന്നില്ല. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ എന്ത് ചെയ്യേണ്ടി വരും, അവര് പിരിഞ്ഞു പോകേണ്ടി വരും. കമ്പാരിറ്റീവ്ലി ഹൈ സാലറി, രജിസ്ട്രേറ്റിൽ എന്തായിരിക്കും, നല്ല സാലറി ഉണ്ടാവും അല്ലെ, താരതമ്യേന കൂടിയ ശമ്പളം. ഇവിടെ എന്താണ്, കമ്പാരിറ്റീവ്ലി ലോ സാലറി, താരതമ്യേന കുറഞ്ഞ ശമ്പളമായിരിക്കും. ഇവിടെ ജോബ് സെക്യൂരിറ്റി, തൊഴിലിൽ നിന്നുണ്ടാവും ഒരു സുരക്ഷിതത്വം ഉണ്ടാവും. ഇവിടെ ലാക്ക് ഓഫ് ജോബ് സെക്യൂരിറ്റി, തൊഴിലിൽ നിന്നുണ്ടാവില്ല, ഒരു സുരക്ഷിതത്വം ലഭിക്കില്ല. അടുത്തത്, അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, തൊഴിലിന് എന്തില്ല, സുരക്ഷിതത്വമില്ല, പിന്നെ കുറഞ്ഞ കൂലിയുള്ളൂ, പിന്നെന്താണ്, രജിസ്റ്റർ ചെയ്യപ്പെടാത്തോണ്ട് തന്നെ ഇവർക്ക് എന്തില്ല, ഒരു സ്ഥിരം ജോലി അല്ല, ഏത് നിമിഷം എന്ത് ചെയ്യാൻ പറ്റും, പിരിച്ചുവിടും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ആര് നേടുന്നുണ്ട്, ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിലെ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരിടുന്നുണ്ട് അല്ലെ. അതാണ് അടുത്തത്. എന്തൊക്കെയാണ്, വാട്ട് ആർ ദ പ്രോബ്ലംസ് അല്ലെ, വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്, അസംഘടിത മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണുള്ളതാ. എന്തൊക്കെയാ പ്രശ്നങ്ങൾ നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞു. എന്തൊക്കെയാ, അൺസേഫ് വർക്ക് പ്ലേസ് അല്ലെ, അതായത് സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങൾ, അൺസേഫ് വർക്ക് പ്ലേസസ്. ദെൻ അടുത്ത എന്താണ്, ലോങ് വർക്കിംഗ് അവേഴ്സ് അല്ലെ, ഇവർക്ക് എന്തില്ല, ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. കാരണം എന്താ, ഇവർ ഒരു നിയമത്തിന്റെ കീഴിലും രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ എന്ത് വിളിക്കുന്നത്, അൺഓർഗനൈസ്ഡ് സ്ട്രക്ചർ, അസംഘടിത തൊഴിലാളി വർഗം അല്ലെങ്കിൽ അസംഘടിത മേഖല. ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ. അവർ ചോദിക്കാനും പറയാൻ ആരില്ല, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ ആരൊന്നുമില്ല, അതിന് ഉത്തരവാദിത്വം ചോദിച്ചിട്ട് വരൂല അല്ലെ, ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരും വരൂല. അതുകൊണ്ട് തന്നെ ഇവരുടെ ജോലികൾക്ക് എന്തില്ല, സുരക്ഷിതമല്ല. അവരുടെ ജോലികളൊക്കെ ഏത് സമയം എന്ത് ചെയ്യാം, പുറത്താക്കപ്പെടാം. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ, ജോലി ഹവറുകളില്ല, ഒരുപാട് ഓവർ ടൈം ഡ്യൂട്ടികൾ എന്ത് ചെയ്യേണ്ടി വരും, കുറഞ്ഞ ശമ്പളത്തിൽ എന്ത് ചെയ്യേണ്ടി വരും, ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. ആ പ്രശ്നങ്ങളാണ് എന്ത്, ഫസ്റ്റ് വൺ, അൺസേഫ് വർക്ക് പ്ലേസസ്, സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങൾ. ലോങ് വർക്കിംഗ് അവേഴ്സ് അല്ലെ, ദീർഘമായിട്ടുള്ള തൊഴിൽ സമയങ്ങളുണ്ട്. പിന്നെ ലോ വേജസ്, കുറഞ്ഞ വേതനത്തിനാണ് എന്ത് ചെയ്യുന്നത്, ഇവര് പണിയെടുക്കുന്നത്. ദിസ് ഹിൻഡേഴ്സ് ദ ട്രാൻസ്മിഷൻ ഓഫ് സച്ച് എംപ്ലോയീസ് ഇൻടു എക്സലന്റ് ഹ്യൂമൻ ക്യാപിറ്റൽ. അപ്പാർട്ട് ഫ്രം ദിസ് ഇറ്റ് ലീഡ്സ് ടു ദെയർ ലോവർ കോൺട്രിബ്യൂഷൻ ടു നാഷണൽ ഇൻകം ആൻഡ് വൈഡ്നസ് ടു സോഷ്യോ എക്കണോമിക് ഇൻഇക്വാളിറ്റി. അതായത് ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികള്
എന്താണ് അവരുടെ മുഴുവൻ പ്രൊഡക്ടിവിറ്റി അവർക്ക് പുറത്തെടുക്കാനുള്ള അവസരം കിട്ടുന്നുണ്ടോ? ഇല്ല. അവരുടെ മുഴുവൻ കഴിവും രാജ്യത്തിന്റെ ഇക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിനുള്ള ഒരു ജീവിത സാഹചര്യം അവിടെ ഉണ്ടോ? ഇല്ല. അവർക്ക് വേണ്ടി ആവശ്യത്തിലുള്ള വരുമാനം, അവർക്ക് സാലറി, വേജസ് കിട്ടുന്നുണ്ടോ? ഇല്ല. അവരുടെ ജോലി സ്ഥലങ്ങൾ സേഫ് ആണോ? അല്ല. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം പ്രൊഡക്റ്റീവ് ആവില്ല. അതുകൊണ്ട് അതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, സോഷ്യോ ഇക്കണോമിക് ഇനിക്വാളിറ്റി, അവർക്കിടയിൽ എന്തൊരു ഇനിക്വാളിറ്റി, അസമത്വങ്ങൾ വർദ്ധിക്കും. പിന്നെ കമ്പയർഡ് ടു ദോസ് ഓർഗനൈസ്ഡ് സെക്ടർ, ദീസ് എംപ്ലോയീസ് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ ഫേസ് മെനി പ്രോബ്ലംസ് സച്ച് ആസ് ബാക്ക്വാർഡ്നെസ്, അല്ലെ, അവരിപ്പോൾ ഒരു പിന്നോക്കാവസ്ഥയിലായിരിക്കും. ആൻഡ് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി, അല്ലെ, രജിസ്റ്റേർഡ് കമ്പനികളാവുന്നവർക്ക് പ്രൊമോഷനും കാര്യങ്ങളും മറ്റുള്ള ഉയർന്ന കമ്പനികളിലേക്ക് പോകാനുള്ള ഒരു അവസരമൊക്കെ കിട്ടും. പക്ഷേ അൺഓർഗനൈസ്ഡ് സെക്ടറിന് അതൊക്കെ ഉണ്ടോ? ഇല്ല. ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ദിസ് ലീഡ്സ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇനീക്വാളിറ്റി, വ്യത്യസ്ത അസമത്വങ്ങൾക്ക് കാരണമാവില്ലേ. ഇത്തരം തൊഴിലാളികളെ മികച്ച മാനവ വിഭവമാക്കി മാറ്റിയെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു. കൂടാതെ ദേശീയ വരുമാനത്തിലേക്കുള്ള ഇവരുടെ സംഭാവന താരതമ്യേന കുറയും. കാരണം എന്താ, ഇവര് അൺഓർഗനൈസ്ഡ് സ്ട്രക്ചറിലുള്ള തൊഴിലാളികളാണ്. അവരുടെ മുഴുവൻ പ്രൊഡക്ടിവിറ്റി എങ്ങോട്ടേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മേഖലയിൽ, നമ്മുടെ സമ്പദ്ഘടനയിലേക്ക്, നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. സാമൂഹിക സാമ്പത്തിക അസമത്വം രൂപപ്പെടുന്നതിനോ കാരണമാകുന്നു. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ സംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ അപേക്ഷിച്ച് വിവിധ തരം പിന്നോക്കാവസ്ഥ നേരിടുന്നു. അവസരങ്ങളുടെ അഭാവം, അല്ലെ, നമ്മൾ പറഞ്ഞു ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു, അല്ലെ, തുടങ്ങിയ പലതരം പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നു. ഇത് വിവിധ തരത്തിലുള്ള അസമത്വങ്ങളിലേക്ക്, സോഷ്യൽ ഇനീക്വാളിറ്റിയിലേക്ക് എന്ത് ചെയ്യുന്നു, നയിക്കുന്നു. ഇനി ഇതിനൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താണ് ഈ തൊഴിലാളികളുടെയും ഈ ഇവരുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് നിയമങ്ങളെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഇല്ലേ, അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണിത്, അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട്. അല്ലെ, 2008 ആക്ട്. അതായത് അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008. അസംഘടിത തൊഴിലാളികൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, അല്ലെ. സേഫ് ആയിട്ടുള്ള തൊഴിൽ സ്ഥലങ്ങളില്ല, കറക്റ്റ് വരുമാനം കിട്ടുന്നില്ല, വേജ് കിട്ടുന്നില്ല, പിന്നെ സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷമില്ല, പിന്നോക്കാവസ്ഥയാണ്, ബാക്ക്വാർഡ്നെസ് ആണ്, ഒരുപാട് ലോങ് അവേഴ്സ് പണിയെടുക്കണം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ എന്ത് ചെയ്യാണ് വരികയാണ്. അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് The Unorganized Workers Social Security Act 2008. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008. അല്ലെ, എന്താണ് ഈ ലോ പറയുന്നത്? This law empowers the central and state governments to implement various policies to ensure health care of unorganized workers. അതായത് ഈ ഹെൽത്ത് അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് എന്ത് വേണം, പരിഹാരങ്ങൾ കാണണം. അതിന് സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ സെൻട്രൽ ഗവൺമെന്റും ഒരുപാട് പദ്ധതികൾ, വേരിയസ് പോളിസീസ് എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. വേരിയസ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെ, വേരിയസ് പോളിസീസ് എന്തൊക്കെയാ, എന്തിനൊക്കെ? ഹെൽത്ത് കെയർ, അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, അൺഓർഗനൈസ്ഡ് മേഖലയിലെ തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം നടത്തണം. പിന്നെ അവരുടെ മെറ്റേണിറ്റി ബെനിഫിറ്റ്, അല്ലെ, അവരെന്താണ് ഗർഭിണികളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് വേണം, അവരുടെ ആ മാതൃസമയം, അവരുടെ ആ ഒരു മെറ്റേണിറ്റി പീരീഡിലൊക്കെ ഉള്ള ബെനിഫിറ്റുകളൊക്കെ അവർക്ക് ലഭിക്കണം. അല്ലെ, നമ്മള് ഡെലിവറി ലീവ് ഒക്കെ, മെറ്റേണിറ്റി ലീവ് ഒക്കെ ഉണ്ടല്ലോ, ഗവൺമെന്റ് ജോലിക്കൊക്കെ അല്ലെ 6 മാസത്തെ മെറ്റേണിറ്റി ലീവ്. പിന്നെ ഭർത്താവിനുണ്ട് 15 ദിവസത്തെ മെറ്റേണിറ്റി ലീവ് ഒക്കെ ഭാര്യ പ്രസവിച്ചാല്. അപ്പൊ ആ രീതിക്കൊക്കെ എന്ത് ചെയ്യാണ്, മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റുകൾ, അവർക്ക് ആ സമയത്ത് ജോലിക്ക് പോകാൻ കഴിയൂലല്ലോ, അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റുകൾ കൊടുക്കണം. ഓൾഡ് ഏജ് പ്രൊട്ടക്ഷൻ, അവർക്കൊക്കെ പ്രായമായി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കണം, അല്ലെ. മറ്റുള്ള ആളുകൾക്കൊക്കെ പെൻഷനൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഈ അൺഓർഗനൈസ്ഡ് മേഖലയിലുള്ള ആളുകൾക്കും എന്തെങ്കിലും ഒരു പെൻഷനോ സ്റ്റൈപ്പൻഡ് ഒക്കെ റിട്ടയർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പ്രായമായതിനു ശേഷം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നൽകണം. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊടുക്കണം. ഹൗസിംഗ് ആൻഡ് വേരിയസ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്, അല്ലെ, ഹൗസിംഗ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് ഇതൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് ലഭ്യമാക്കണം, അല്ലെ. അതാണ് എന്ത് പറയുന്നത്, അസംഘടിത തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം, പ്രസവാനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, വിവിധ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള നിയമമാണ് ഇത്. ഏത് നിയമം? അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2008. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008.
ഇനി അടുത്തൊരു നിയമം നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ദ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020, അതായത് 2000 സാമൂഹിക സുരക്ഷാ കോഡ് അല്ലെ, സാമൂഹിക സുരക്ഷാ കോഡ് 2020 2000. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? എൻഷ്യൂർ സോഷ്യൽ സെക്യൂരിറ്റിയിലെ അവരുടെ സാമൂഹിക സുരക്ഷിതത്വം എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. എൻഷ്യൂർ ദ സോഷ്യൽ സെക്യൂരിറ്റി ഓഫ് ദ എംപ്ലോയീസ് അണ്ടർ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ്. ഇത് ആർക്കുള്ളതാ? ഓർഗനൈസ്ഡിനും അൺഓർഗനൈസ്ഡിനും ഉള്ളതാ കേട്ടോ. നേരത്തെ പഠിച്ചത് അൺഓർഗനൈസ്ഡ് മാത്രമായിരുന്നു. ഇത് ആർക്കുള്ളതാ? ഓർഗനൈസ്ഡ് സ്ട്രക്ചറിനും അൺഓർഗനൈസ്ഡ് സെക്ടറിനും കൂടി ഉള്ളതാ. ലോ കൺഫേഴ്സ് വേരിയസ് ബെനിഫിറ്റ്സ് ഓൺ ദ സെൽഫ് എംപ്ലോയിഡ് അല്ലെ, അതേപോലെ ഹൗസ് കീപ്പേഴ്സ്, ഡെയിലി വേജ് വർക്കേഴ്സ്, വർക്കേഴ്സ് ഫ്രം അതർ സ്റ്റേറ്റ് ആൻഡ് ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ്. അതായത് സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അസംഘടിത മേഖലയിൽ, അവർക്കുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളൊക്കെ ലഭ്യമാക്കണം. അതുപോലെ തന്നെ അതാണ് സ്വയം തൊഴിൽ. അതുപോലെ തന്നെ വീട്ടുജോലിക്കാർ, ഇതൊക്കെ അസംഘടിത മേഖലയല്ലേ വീട്ടുജോലിക്കാർ അല്ലെ, ദിവസവേതനക്കാര് അല്ലെ, ദിവസവേതനക്കാര്, അതിഥി തൊഴിലാളികൾ അല്ലെ. നമ്മുടെ കേരളത്തിലൊക്കെ അല്ലേ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ജോലി ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ഒരുപാട് അതിഥി തൊഴിലാളികൾ ഉണ്ട് നമുക്ക് അല്ലെ. അപ്പൊ അവരുടെ അവകാശങ്ങൾ എന്ത് ചെയ്യണം? നമ്മളെ സംരക്ഷിക്കണം അല്ലെ. അതാണ് അതിഥി തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ. പിന്നെ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ തുടങ്ങിയവയെല്ലാം എന്ത് ചെയ്യണം? ഈ നിയമത്തിന്റെ ആനുകൂല്യത്തിന് അർഹരാണ് അല്ലെ. അപ്പൊ നമ്മള് രണ്ടാമത്തെ നിയമം നോക്കിക്കഴിഞ്ഞു. ദ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020, അതായത് സാമൂഹിക സുരക്ഷാ കോഡ് 2020. പിന്നെ വേരിയസ് ഗ്രാന്റ്സ് ഗിവൺ ടു ഫിസിക്കലി ആൻഡ് മെന്റലി അല്ലെ, ഫിസിക്കലി ആൻഡ് മെന്റലി ചാലഞ്ചഡ് വർക്കേഴ്സ്, ആക്സിഡന്റ് ഇൻഷുറൻസ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ആൻഡ് ഓൾഡ് ഏജ് പ്രൊട്ടക്ഷൻ കം അണ്ടർ ദ ആംപിറ്റ് ഓഫ് ദിസ് ലോ. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ, പിന്നെ അപകട ഇൻഷുറൻസ്, പ്രസവാനുകൂല്യങ്ങൾ, സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം എന്നിവ ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. അങ്ങനെ ഇതൊക്കെ പ്രാവർത്തികമാക്കിയാൽ എന്ത് ചെയ്യും? ഈ അസംഘടിത തൊഴിലാളി വർഗം അല്ലെങ്കിൽ അസംഘടിത മേഖല അൺഓർഗനൈസ്ഡ് സ്ട്രക്ചറിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എന്ത് ചെയ്യും? അത് കാരണമാവും അല്ലെ. മേക്കിംഗ് അവൈലബിൾ ലോൺസ് ആൻഡ് ലിബറലൈസേഷൻ ഇൻ ദ ലേബർ ലോസ്, അതായത് അർഹമായവർക്ക് വായ്പകൾ ലഭ്യമാക്കാനുള്ള നടപടികളിലെ അവർക്ക് ഒരുപാട് നൂലാമാലകളില്ലാതെ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അപേക്ഷകളൊക്കെ സമർപ്പിച്ചിട്ട് ഒരുപാട് ഈടൊന്നും വെക്കാതെ ലോണുകൾ എളുപ്പത്തിൽ കിട്ടുന്ന അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ പെട്ടെന്ന് എളുപ്പമാക്കാൻ എന്ത് ചെയ്യണം? സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ട് ആണ് അല്ലെ. വേരിയസ് പ്രോഗ്രാംസ് ഹാവ് ബീൻ ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ടു സ്ട്രെങ്തൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ സച്ച് ആസ് ഡെവലപ്പിംഗ് ദ സ്കിൽസ് ഓഫ് ദ വർക്കേഴ്സ്. അസംഘടിത മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് തൊഴിലാളികളുടെ കഴിവുകൾ സ്കിൽസിലെ വികസിപ്പിക്കുക തുടങ്ങിയ വിവിധ പരിപാടികൾ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ആൻഡ് അൺഓർഗനൈസ്ഡ് സ്ട്രക്ചർ, അതായത് സംഘടിത മേഖലയും അതേപോലെ തന്നെ അസംഘടിത മേഖലയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, താരതമ്യം നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. പിന്നെ ഈ അസംഘടിത മേഖലയും സംഘടിത മേഖലയും തമ്മിലുള്ള താരതമ്യം, അതിന്റെ വ്യത്യാസങ്ങൾ, അവർ അസംഘടിത മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ, അൺഓർഗനൈസ്ഡ് സ്ട്രക്ചറിലെ തൊഴിലാളികൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അല്ലെ. ആ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നോക്കി, ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളെ കുറിച്ച് നോക്കി, ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള 2 നിയമങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്തു? നോക്കി. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ചാപ്റ്റർ എന്ത് ചെയ്യാണ്? ഇതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. മൊത്തം 5 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ മക്കളെ, ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? മുന്നത്തെ വീഡിയോസ് ഒക്കെ കാണുക, ക്ലാസ് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ കേട്ട് നോട്ടൊക്കെ എഴുതിയിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.